U2C മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, U2C മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. എന്താണ് ഷർട്ടൊക്കെ മാറിയെന്ന്? വൈ ബ്രോ? ചുമ്മാ ഒരു രസം. ഒന്നുമില്ല, എനിക്കറിയാം. ഒരു കമന്റ് കണ്ടോ, ഞാൻ എന്താ കാര്യം പറഞ്ഞിട്ടില്ല. അതിന് മുൻപേ ആള് പറയാണ്. അത് ഇത്രേ ഉള്ളൂ. ആരോ ഒരാള് കമന്റ് ഇട്ടുണ്ട്, ജിനേഷിനോട് എന്തോ ക്രഷൊക്കെ തോന്നുന്നു. ഞാനപ്പോ കമന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ കയറി മെസ്സേജ് ഇടാൻ. പിന്നെ ഒന്നും നോക്കിയില്ല. അല്ല, നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമുണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല. രാവിലെ ഇട്ട് വന്ന് 2 വീഡിയോ ഷർട്ട് എടുത്തിട്ട് ഒറ്റയാറാ. എന്നിട്ട് പുതിയ ഷർട്ട് എടുത്തിട്ട് വന്നു. ഞാൻ കരുതുന്ന അതല്ല, നീ അപ്പം മുതൽ ഇൻസ്റ്റ നോക്കി നിൽക്കണ ആ മെസ്സേജ് ഇടാൻ. ഓക്കെ, എന്തായാലും കാര്യത്തിലേക്ക്. അതായത് ഇന്നലെ നടന്ന ഒരു വലിയ ഇൻസിഡന്റ് ഉണ്ട്. അക്ബർ ഖാൻ ആള് ഇന്നലെ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു തെറ്റായിരുന്നു. അത് നമ്മൾ ചൂണ്ടിക്കാണിച്ച് വീഡിയോ ഇട്ടതാണ്. പക്ഷെ ഇന്നലെ നടന്ന കാര്യങ്ങൾ, അതിനുശേഷം ഇന്ന് നടന്ന കാര്യങ്ങൾ, അത് മൊത്തം കണക്ട് ചെയ്തിട്ട് നമ്മൾ വലിയ തെറ്റ് ചെയ്ത അക്ബർ ഖാനെ മാത്രം നോക്കാതെ അപ്പുറത്തെ വിക്ടിമായിട്ടുള്ള നമ്മുടെ രേണുസുതിയാണ്. അപ്പോ ആളെ ഭാഗത്ത് കൂടി നോക്കിയിട്ട് ആള് ചെയ്ത തെറ്റുകൾ എന്തൊക്കെ, ആളിപ്പോ എന്താണ് ആളുടെ നിലപാട്, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇന്നലെ ആള് വിക്ടിമാണ്. ഒരു കാര്യവും ഇല്ലാതെ, ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് മുഖത്ത് നോക്കി ഒറ്റ വിളിയായിരുന്നു സെപ്റ്റിക് ടാങ്ക്. ആർക്കും പൊട്ടും. ഏതൊരു മനുഷ്യനാണെങ്കിലും അത് ചിലപ്പോൾ കേട്ടോണ്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഭയങ്കരമായിട്ട് വേദന തോന്നും. തീർച്ചയായിട്ടും. ആ സാധനമൊക്കെ നമ്മള് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കും അത് രേണു അതിനുശേഷം അതിന് കാണിക്കുന്ന ഇതൊക്കെ നമുക്ക് കണ്ടാൽ വിഷമമൊക്കെ നമുക്ക് മനസ്സിലാവും, ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും. പക്ഷെ ആ ഗെയിം അവസാനിക്കുന്നതിന് മുൻപായിട്ട് തന്നെ, അതായത് രേണു സുധി ആളെ വിളിച്ചത്, അതായത് ആൾക്കും ഇഷ്ടമില്ലാത്ത ആളായിട്ട് തെരഞ്ഞെടുത്തത് അക്ബർ ഖാനെയായിരുന്നു. അക്ബർ ഖാനെ തെരഞ്ഞെടുത്ത് വേട്ടപ്പട്ടി എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇതിപ്പോ നമ്മള് മാന്യത കാണിക്കണമെന്നാണല്ലോ അക്ബർ ഖാന്റെ കാര്യത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ ഇങ്ങനെ, അതായത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഇതൊരു തെറ്റല്ല. എന്തുടാം, നമ്മുടെ പേര് എന്തും വിളിക്കാം. അങ്ങനെ നോക്കുമ്പോൾ തെറ്റല്ല. പക്ഷെ നമ്മൾ മാന്യത കാണിക്കണമായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ മാന്യത എന്തായാലും രേണുസുതിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. അതൊരു സത്യമായിട്ട്, അതായത് വേട്ടപ്പട്ടി എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള, നമ്മളൊക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. നമുക്ക് കിട്ടാനുള്ള കിട്ടി, മാത്രല്ല ഇത് കത്തുന്ന അറിയാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വളരെ നല്ലൊരു പേരിട്ട് കൊടുക്കണം. അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആളോട് ദേഷ്യമുണ്ട് എന്നുള്ള രീതിയിലല്ലാതെ തന്നെ എനിക്ക് ഇങ്ങനെ വിളിച്ചെങ്കിലും ഒരു പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല പേരിട്ട് കൊടുക്കാനൊക്കെ പറ്റും. അതൊക്കെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ അത് നമുക്ക് പറയാനുണ്ട്. അതെ, ആ ഓപ്ഷൻ ഒന്നും എടുക്കാതെ വേട്ടപ്പട്ടി എന്നാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതില് ഇത്ര ഭാഗം അപ്പോഴേ അത് മാഞ്ഞു പോയിട്ടുണ്ട് ആ തെറ്റിൽ നിന്ന്. ഓക്കെ, അപ്പോഴും അക്ബർ ഖാൻ ചെയ്ത തെറ്റിന്റെ വലുപ്പം കൊണ്ടാണ് ആളിലേക്ക് വിമർശനം കൂടുതൽ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്ക് തന്നെ, അതായത് അക്ബർ ഖാന് തോന്നിയിട്ടുണ്ട് ഇത് ഞാൻ ചെയ്തത് തെറ്റല്ലേ എന്ന്. പറഞ്ഞ കാര്യത്തില് ആൾക്ക് നല്ല ഖേദം ഉണ്ടായിരുന്നു. അതെ, ആള് ക്യാമറന്റെ മുമ്പ് ചെന്ന് പറയുന്നുണ്ട്, ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ മാപ്പ് പറയണോ എന്നുള്ളത്. അപ്പോ കുറ്റബോധം തോന്നിയതുകൊണ്ടാണല്ലോ, ആ ഒരു വീണ്ടും വിചാരം ഉണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ചോദ്യം അവിടെ വന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അപ്പോഴേ ഒരു ഇത്ര ശതമാനം കൂടിയും മാഞ്ഞു പോയിട്ടുണ്ട്. യെസ്. പിന്നെ അതിനുശേഷം ആള് രേണുവിനോട് തന്നെ പോയിട്ട് മാപ്പ് പറഞ്ഞു. അതെ, ചെയ്തു പോയ സംഭവത്തിനെ ഓർത്ത് മാപ്പ് പറയാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ് കേട്ടോ. ഇതില് എനിക്ക് പറയാനുള്ളത് മാത്രം, എനിക്ക് ഈ വീഡിയോന്റെ മൊത്തം ഇത്രയും പറയേണ്ട കാര്യം തന്നെ അല്ല. സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്, രേണുസുതിയുടെ ഇപ്പോ ഉള്ള, അതായത് ഇന്നത്തെ ഈ നടന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് മാപ്പ് ചോദിച്ചിട്ട് മാപ്പ് കൊടുക്കൂല എന്നാണ് രേണുസുതി പറഞ്ഞിട്ടുള്ളത്. ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല. അതായത് രേണുസുതി മാപ്പ് കൊടുക്കണം, ആരായാലും. അത് രേണുസുതിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരാള് മനുഷ്യരല്ലേ, മനുഷ്യരുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരുമ്പോ സോറി പറയാന്നുള്ളത് ഒരു അന്തസ്. ആ സോറി അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് മറ്റൊരു അന്തസ്സാണ്. അതായത് ഒരാൾക്ക് തെറ്റുപറ്റി, ആ തെറ്റ് ചെയ്ത ആളുടെ അടുത്ത് തന്നെ വന്നിട്ട് അയാൾ മാപ്പ് പറയുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ആ സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് വളരെ കൾച്ചറില്ലായ്മ എന്ന് പറയും. അതിപ്പോ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതുപോലെ തന്നെയുള്ള ഒരു കാര്യം. രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസം തോന്നുന്നില്ല ആ സമയത്ത്. അതായത് ഈ ഒരു കാര്യത്തില് അതായത് മാപ്പ് പറഞ്ഞാൽ മാപ്പ് കൊടുത്തിരിക്കണം, മനുഷ്യനാണെങ്കിൽ കൊടുത്തിരിക്കണം.
അല്ലാതെ എന്താണ് ഇപ്പൊ രേണുസുതി ഉദ്ദേശിച്ചിട്ടുള്ളത്? അതായത് തനിക്ക് ഒരു വീട് വെച്ച് തന്നാലേ ഞാൻ ഈ മാപ്പ് തരുള്ളൂ, സമ്മതിക്കുള്ളൂ എന്നാണോ? അതല്ലേ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാം. ഇവരൊക്കെ ഇതിനകത്ത് മത്സരിക്കുന്നുണ്ടെങ്കിലും ഇവര് അറിയാണ്ട് ഇവര് പുറത്തുള്ള ആളല്ലേ രേണു, അതായത് അവരായിട്ട് മാറിപ്പോകുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ധാരണയില്ല അവർക്കൊന്നും. ഇങ്ങനത്തെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ സാധനം കിട്ടുള്ളൂ. ഇപ്പൊ അവൻ അല്ലെങ്കിൽ സോറി അക്ബർ വന്നിട്ട് ആ സോറി പറയണ സമയത്ത് എടാ കുഴപ്പമില്ലടാ സോറി പറഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ ചിരിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രേണുവിന് കിട്ടുന്ന സപ്പോർട്ടിന്റെ ഡബിൾ കയറിയാണ്. അത് ചിന്തിക്കാനുള്ള ഒരു സാധനം വേണം. അതില്ലാത്തതോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതില്ലാത്തതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ആള് ഒരുപാട് നെഗറ്റീവ് വാങ്ങിയിട്ടുള്ളത്. അതെ, അതൊരു സത്യം. പിന്നെ ഇനി ഗെയിമിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ആള് വിക്ടിം കാർഡ് ഇറക്കാൻ തന്നെയാണ് ഉദ്ദേശം എന്നുള്ളത് വ്യക്തമായി. അപ്പൊ ഇന്നലെ നടന്നൊരു സംഭവം ആൾക്ക് വേദന തോന്നുന്നു എന്നുള്ളത് നമ്മൾ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞു. കാരണം ഒരാളെ മുഖത്ത് നോക്കി അങ്ങനെ വിളിക്കുമ്പോൾ ഓക്കെ, ആർക്കാണെങ്കിലും ഉണ്ടാകുന്ന സാധനം. അത് കഴിഞ്ഞ് അതിന്റെ വേദന നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മാറും. നമ്മൾ മറക്കുമല്ലോ, മറന്നു തുടങ്ങിയിട്ടില്ല, അതൊരു പ്രശ്നമാണ്. അടുത്തത് അത് പിടിച്ചു തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. അതിന്റെ തെളിവാണ് ഇന്ന് രാവിലെ കണ്ടത്. അടുത്തത് അതിനപ്പുറത്തേക്ക്, അതായത് ഉമ്മാനെ വിളിച്ചു വരെ മാപ്പ് പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഉമ്മാനെ പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞു എന്നാണ് ആള് പറയുന്നത്. അക്ബർ ഖാൻ ആ മാപ്പ് പറഞ്ഞ ഒരാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതും കാർഡ് ഇറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാർഡുകൾ ഇറക്കുന്നത്? അതെ, വുമൺ കാർഡ് ഇറക്കി, വിധവാ കാർഡ് ഇറക്കി, ഭാര്യ, അങ്ങനെ കുറെ സ്ത്രീത്വത്തെ മൊത്തത്തിലുള്ള എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് കാർഡ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഉമ്മാന്റെ പേരും പറഞ്ഞ ഒരാൾ മാപ്പ് പറയുമ്പോ ആ ഉമ്മാനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടി പറയുന്ന രേണുസുതി ആ ഉമ്മാന്റെ എന്തുകൊണ്ട് കാണുന്നില്ല? ആ ഉമ്മക്ക് വേദന തോന്നൂലേ? അതായത് ഈ അക്ബർ ഖാനെ ഈ നാട്ടുകാർ മൊത്തം വലിച്ചു കീറുന്നു, വീഡിയോസിലും ഉള്ള സോഷ്യൽ മീഡിയ മൊത്തം. അപ്പൊ നടക്കുന്ന സംഭവം നമുക്കറിയാലോ. അപ്പൊ അവിടെ ഒരു വിക്ടിം ഇല്ലേ? പിന്നെ ആ ഉമ്മ അവിടെ വിക്ടിം അല്ലേ? അറിയാതെ വന്നു പോയതാണെങ്കിലും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നാവിന്ന് വന്നതാണെങ്കിലും തെറ്റാണെന്ന് മനസ്സിലാക്കി അയാൾ വന്നോ, മാപ്പ് പറഞ്ഞോ, അത്രേ ഉള്ളൂ. മാപ്പ് അക്സെപ്റ്റ് ചെയ്യാത്തത് ചെറ്റത്തരാണ്, ഒരു സംശയമില്ല. അത് വേറെ ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അതായത് ഭാര്യ, അതായത് അക്ബർ ഖാന് ഭാര്യ ഉണ്ടല്ലോ, ആ ആള് അവിടെ വിക്ടിം അല്ലേ? എന്തുകൊണ്ട് ആ ഭാര്യക്ക് ഉണ്ടാവുന്ന വേദന ഈ രേണുസുതി ആലോചിക്കുന്നില്ല? തീർച്ചയായിട്ടും ആൾക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഇതിവിടെ തീരരുത്. അത് കാടാക്കി അത്ര മനസ്സിലായില്ലേ? കാടാക്കി മുന്നോട്ട് വന്നു. ഇപ്പൊ അവിടെ അനീഷിനെ അപ്പിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആദില നൂറ. അനീഷ് ഒരു എന്താ പറയാ, അനീഷ് അത് ഗെയിമായിട്ട് മാത്രം, അതല്ല ഡിവോഴ്സ് ആണല്ലോ, വിവാഹമോചിതനാണ്. അപ്പൊ വിവാഹമോചിതനെ അപമാനിക്കുന്ന അർത്ഥം അതിലുണ്ടോ? അപ്പൊ വിവാഹമോചിതന്മാരെല്ലാം അപ്പികളാണെന്നാണോ? ഒരിക്കലും അല്ല. അപ്പൊ രേണുസുദിനോട് ചോദിക്കാനുള്ളതാണ്, ആ രീതിയിലുള്ള കാർഡ് ഇറക്കുമ്പോ അത് മടക്കി പെട്ടിയിലാണ് വെച്ചാൽ മതി. പിന്നെ മാപ്പ് പറഞ്ഞ അവിടെ തീരണം. അതാണ് അക്ബർ ഖാൻ അങ്ങനെ വലിച്ചു കയറേണ്ട കാര്യമൊന്നുമില്ല, അത്രക്കൊന്നും. അത് ഇപ്പൊ ചെയ്യുന്നതിന് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഇന്നലെ നമ്മളത് പറയേണ്ട കാര്യമായിരുന്നു, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ വേറൊരു കാര്യം പറഞ്ഞ അനീഷിന്റെ കാര്യത്തില്, അനീഷിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിന് അത് ഗെയിമാണെന്നും അവിടെ നടക്കുന്നതൊക്കെ ഗെയിമിന്റെ ഭാഗമാണെന്നും നന്നായിട്ട് മനസ്സിലായിട്ടുള്ള ആളാണ്. കാരണം അതിന്റെ ഒന്നാന്തരം തെളിവാണ് അതിന്റെ മുന്നത്തെ ദിവസം മറ്റേ മുഖത്ത് ഷേവിംഗ് ക്രീം ഇട്ടില്ലേ, അപ്പൊ തന്നെ ആള് പറയുന്നുണ്ട്, പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആള് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല, ഇത് ഗെയിമാണ്, ധൈര്യമായിട്ട് ചെയ്തോ, ഇത് ഗെയിമാണെന്ന് തന്നെ ആള് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആള് ഇന്നലെ ആൾക്ക് വേണമെങ്കിൽ എന്തൊക്കെ പറഞ്ഞ് പ്രതികരിക്കാം. ഇപ്പൊ രേണു കാണിക്കുന്ന വ്യക്തികളെ ഇറക്കുകയാണെങ്കിൽ, ഇപ്പൊ അക്ബർ ഖാനും ഷാനവാസും തമ്മിലുള്ള ഒരു വൈരാഗ്യം എല്ലാവർക്കും അറിയാം, ലൈവ് കാണുന്ന എല്ലാവർക്കും അറിയണ്ടാവും. പക്ഷെ അവരതിനു ശേഷം അവരെന്തെങ്കിലും ഒരു എതിർത്ത് എന്തെങ്കിലും സംഭവിച്ച ഒരു സീൻ ഉണ്ടായതിനു ശേഷം അവരതിനു ശേഷം കൈയിട്ട് തോളിൽ കൈയിട്ട് സാധാരണ സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്നുണ്ട്. അത് ഇത് ഗെയിമാണെന്നുള്ളത് അറിയണം, തിരിച്ചറിയണം. ആ ബോധം ഉള്ളിൽ വേണം. അല്ലാണ്ട് ഇത് ബോധമല്ലാഞ്ഞിട്ടൊന്നല്ല, ഇതിപ്പോ ഈ സാധനം ഇറക്കാം എന്നുള്ളത് ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് അത് തോന്നുന്നില്ല. അത് മടക്കി കയ്യിൽ വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് അത്ര കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ സാധനം വെച്ചോണ്ടിരുന്ന നടക്കൂല. കാണുന്ന പ്രേക്ഷകർ പൊട്ടന്മാരൊന്നും നോക്കി കഴിഞ്ഞാൽ അവിടെ കുറെ വിക്ടിംസ് ഉണ്ട്. പിന്നെ ചിലപ്പോ തോന്നുന്നുണ്ടാവും അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പുറത്ത് ശരിയാണ്. പക്ഷെ മാപ്പ് പറയുന്നിടത്ത് അവിടെ തീർന്നിട്ടില്ലെങ്കിൽ അത് പിന്നെ നിങ്ങളുടെ കുഴപ്പം, അത് നിങ്ങളുടെ പ്രശ്നമാണ്. അപ്പൊ ഇനി അങ്ങോട്ട് ഇപ്പോ അവിടെ വിക്ടിം ആവുന്നത് ആരാണ്? അക്ബർ ഖാനാണ്. ഇനി അക്ബർ ആയിരിക്കും. കാരണം മാപ്പും പറഞ്ഞിട്ട് മാപ്പും കിട്ടാതെ, കാരണം എന്താണ് നമ്മുടെ നിയമവ്യവസ്ഥിതി? ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ ഒരാളെ കൊന്ന ഒരാളെ നേരെ കൊണ്ടുപോയി കൊല്ലുന്നുണ്ടോ?
ഒരിക്കലും ഇല്ല. അയാൾക്ക് തിരിച്ചറിവിനുള്ള അതെ ആ സമയം ശിക്ഷയല്ലേ കൊടുക്കുന്നത്. ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നിരപരാധിയാണ്. അതെ, ആ ശിക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് നിരപരാധിയാണ്. അതെ, അതുപോലെ തന്നെയാണ് ഇവിടെയും. അതായത് ആളെ ഭാഗത്തുനിന്ന് ഒരു വലിയ തെറ്റ് സംഭവിച്ചു, ആളത് തിരിച്ചറിഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു, അത് ഉമ്മാന്റെ പേരിൽ ഖേദം പ്രകടിപ്പിച്ചു, എന്നിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഇപ്പോ അക്ബറാണ് വ്യക്തി, തെറ്റുകാരി വേണു തന്നെയായി മാറും ഇപ്പൊ. അതെ, മാപ്പ് കൊടുക്കാത്തോടത്തോളം കാലം അത്രേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും മാപ്പ് കൊടുത്ത് പെട്ടെന്ന് ഗെയിമിലോട്ട് തിരിച്ചു ഗെയിമിലോട്ട് തിരിച്ചു വരാനൊന്നും പറയാൻ പറ്റില്ല. ബിഗ് ബോസ് എന്തായാലും ഇത് അധികം ഒന്നും കൊണ്ടുപോകില്ല. കാരണം വിക്ടിം കാർഡ് ഒന്നും ഇവിടെ അധികം ഒന്നും ഓടൂല. അല്ല, നാളെ കഴിഞ്ഞല്ലേ വീക്കെൻഡ്, അതോടെ തീർന്നു. അതുവരെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്ക്. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.